അപ്പം നമ്മൾ ഇന്ന് ചീനിക്കിഴങ്ങ് പറിക്കാൻ പോകുവാണ്. അതെ, ഈ ചീനിക്കിഴങ്ങ് നമ്മൾ കുറേ നാളായി നട്ട് വെച്ചിട്ട്, പക്ഷേ ഉണ്ടല്ലോ ഇതിനൊരു പ്രശ്നം വന്നു. ഇത് നമ്മൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി നിർത്തി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മഴ പെയ്ത് കഴിഞ്ഞപ്പം ഇന്നിപ്പം ഞാൻ നോക്കുമ്പം ഇതുണ്ടോ, ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ കിളിപ്പുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്തുണ്ടായിരുന്ന കിഴങ്ങിൽ നിന്നാണ് ഈ കിളിപ്പുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇന്ന് ഇത് മുഴുവൻ പറിക്കണം. നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഓരോ തണ്ടുകളും നമുക്ക് ആദ്യമേ അങ്ങ് പറിച്ച് മാറ്റണം. ഇവിടെ വെക്കാം. നമുക്കിനി വീണ്ടും അത് നടാനായിട്ട് ഉപയോഗിക്കാം അല്ലേ. അതങ്ങനെ ചെയ്യാം. ഇതെല്ലാം വീണ്ടും നമ്മൾ തടമൊക്കെ ഉണ്ടാക്കി വീണ്ടും നമ്മൾ നടാനായിട്ടാണ് കേട്ടോ. ഇച്ചിരി പണിയുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കണം. കുറച്ച് നല്ല ഇതുപോലത്തെ ചട്ടികളൊക്കെ ആക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഈ ചീനിക്കിഴങ്ങെല്ലാം കളയാതെ നട്ട് വയ്ക്കണം. അന്നു, ഇതിന്റെ ചുവട്ടിൽ എത്ര കായ ഉണ്ടാവും? എത്ര കിഴങ്ങുണ്ടാവും? നോക്കാം. കിഴങ്ങ് എത്ര ഉണ്ടാവും നോക്കാം അല്ലേ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് മണ്ണ് ഇതിനകത്ത് നമുക്ക് വാരിയിടാം അല്ലേ. ഇതിനകത്ത് നമുക്ക് നമ്മൾ ഈ ചപ്പും ചവറും ഒക്കെ ഇതിനകത്ത് കാണുന്നത് ഇതുണ്ടോ, മാങ്ങാണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മാങ്ങ വാങ്ങിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ എല്ലാം വേസ്റ്റിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടതാണ്. അതെല്ലാം ഇതിന് വളമായി. അപ്പം നമുക്കിപ്പോൾ ഇത് ആദ്യമേ ഈ കുറച്ച് മണ്ണ് ഒന്ന് വാരി മാറ്റി വെക്കാം. ഇതുണ്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടു നട്ട ഇഞ്ചി കിളുത്ത് നിൽക്കുന്നതാണ്. അതിൻ്റെ ഇപ്പോൾ പതിയെ കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും നട്ട് വെക്കണം. നട്ട് വെച്ച് കഴിയുമ്പോൾ ഈ വർഷം ഇഞ്ചി ഉണ്ടാവും. നമുക്കിതാദ്യമേ ഇങ്ങനെ എല്ലാം വാരി റെഡിയാക്കി അല്ലേ. എന്നിട്ട് വേണം നമുക്ക് ഓരോന്നായിട്ട്. ഇതിൻ്റെ ഇഞ്ചിയെല്ലാം ഉണങ്ങിയേ. ഞാനൊന്നും പറിച്ചില്ല. കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ചൂട്ടി കാണുമായിരിക്കും. നോക്കുക. ഇത് വേറൊരു ചെടിയാണ് കേട്ടോ. ഇനിയാണ് നമുക്ക് ചീനിക്കിഴങ്ങ് നോക്കുന്നത്. ഇതുണ്ടോ, ഇത്രയും ഭാഗത്താണ് ഈ ചീനിക്കിഴങ്ങ് നിൽക്കുന്നത്. ഇവിടെയൊക്കെയാണ്. ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കണേ. ഇതൊരു കത്തിയുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പണി ചെയ്യുന്നത് കേട്ടോ. പതിയെ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എളുപ്പമായിട്ട് പറിച്ചെടുക്കാം. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ നടുമ്പോൾ നമുക്കിങ്ങനെ ഇതുപോലൊന്നും പറ്റത്തില്ല. മണ്ണ് കിളച്ചെടുക്കണം. ഇവിടെ പക്ഷേ കിളച്ചെടുക്കേണ്ട ആവശ്യമില്ല. സ്വീറ്റ് പൊട്ടാറ്റോ വലിപ്പമില്ല, പക്ഷെ ചെറുതാണ്. എന്നാലും ഇതുണ്ടോ, ഇത് കപ്പ പോലെ വലിയതാ. ഇത് എന്തുവാ? നല്ല രസമുണ്ടല്ലേ. ഇതേതാ ഇത്? ഇതെവിടുന്ന കിളിത്ത് കയറിയിരിക്കുന്നതാണ് അപ്പേക്കും നോക്കേണ്ടത്.
ഓക്കെ. ഇതുണ്ടോ? ഇത് കാരണം നാളെയാണ് അല്ലേ? ഇത് തീർന്നിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. അതിൻ്റെ അറ്റം ഇത് നോക്കി, ഇത്ര നമുക്ക് കിട്ടിയേ. ഇനിയും നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള ചുവട്ടിലോട്ട് നമ്മൾ പോയിട്ടില്ല. നമുക്കിനി ചുവട് നോക്കാം അല്ലേ? ഇനി ഉണ്ടാവുമോ അനു? ഇനിയും കിട്ടുമോ? ചിലപ്പോ കിട്ടും. ഓക്കെ. പിന്നെ ഇപ്പം ഈ ഭാഗത്ത് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതെല്ലാം പേരയുടെ വേരായിട്ടോ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടാവാതെ നമുക്ക് ഇനി നമ്മളിങ്ങോട്ട് ഇല്ല മെയിനായിട്ടുള്ള ഇതിൻ്റെ ചുവട്ടിലേക്ക് വീണ്ടും ഇനിയുണ്ടല്ലോ, ഇനിയുണ്ട്, ഇനിയുണ്ടല്ലോ. ഇവിടെ ഇനിയാണ്, ഇനി കൊറേ ഇരിപ്പുണ്ട് അവിടെ താഴെ ഇരിപ്പുണ്ട്. അതെ ഇത് എനിക്ക് കാണുന്നുണ്ട്. ഇങ്ങോട്ട് വീഡിയോ കാണിച്ച് നോക്കിയേ. നമുക്ക് ഇതിനെയൊക്കെ അധികം കളയാതെ പറിച്ചെടുക്കാം. ഉണ്ടല്ലോ നോക്കിയേ, ഇപ്പം എത്രയായി നോക്കിയേ, കേട്ടോ. ഇനി 2-3 ഞാൻ പറിച്ച് കഴിച്ചിട്ടുമുണ്ട് നേരത്തെ കേട്ടോ. അത് കൂടാതെയാണ് ഇത്. ഇല്ല, ഇതൊക്കെ പ്രോപ്പറായിട്ട് നട്ടുപിടിപ്പിച്ച ഇനിയും വളർന്നാണ്. വരുന്നത് ഇത് പുഴുങ്ങാൻ കൊള്ളത്തില്ല, പക്ഷെ ഇത് പച്ചക്ക് കഴിക്കാൻ കൊള്ളാവേ. പിന്നെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പക്ഷേ കഴിച്ചായിരുന്നു. ഇഷ്ടമാണ്? ഇച്ചിരി ഇഷ്ടമുള്ളൂ. പിള്ളേർക്ക് ഇത് ഇഷ്ടമില്ല, പക്ഷെ നമുക്ക് അപ്പയൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ പറിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലേ. പേരൊക്കെ ചൂടേ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ പറിക്കുന്നത് കേട്ടോ. ഇതല്ല വേണ്ട. ഇത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരെണ്ണമുണ്ടല്ലോ എന്ന് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ.
തോന്നുന്നു. അല്ലേ? ആ പിന്നെ നമുക്ക് ഇത്രയും ചെയ്തുകൊണ്ട് തന്നെ ചൂട് നന്നായിട്ടൊന്ന് ചെയ്തിട്ട് പത്രം ചെയ്തില്ലേ, നമുക്ക് ഈ ചോടില്ലേ, ഈ ചോട് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് നട്ടേക്കാം. ഇതിവിടെ തന്നെ നട്ടാൽ മതി. ഇത് വീണ്ടും കുട്ടിക്കൊടുത്ത ഇഷ്ടം പോലെ. ഓക്കെ, ഇനിയുള്ളത് ഇപ്പം നോക്കി, ഇതാണ് നമ്മൾ ചെറിയൊരു ചീനക്ക, അതായത് നമ്മൾ ഈ വീഡിയോ കാണിച്ചതാണ്. നമ്മളൊരു ഇത്രയൊക്കെ കഷ്ടിച്ചുള്ളൊരു ചീനിപ്പഴ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പം അത് വെള്ളത്തിൽ വെച്ച് അതിൻ്റെ വേര് പിടിപ്പിച്ച് ഉണ്ടാക്കിയത്. അതിൽ നിന്ന് ഇത്രയും ചീനിക്കിഴങ്ങ് കിട്ടി. അപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കുണ്ടല്ലോ ഇതുപോലെ ചെറിയ കൂമ്പാരം പോലെ മണ്ണ് കൂട്ടിയിട്ട്, കപ്പയ്ക്കൊക്കെ തടവെടുക്കുന്ന പോലെ മണ്ണ് കൂട്ടിയിട്ട് ഇതുപോലത്തെ നമ്മളിങ്ങനെ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഇതിനകത്തുനിന്ന് ചീനിക്കിഴങ്ങ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോയി കഴിക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്.